എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിക്സിലെ കുറച്ച് ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. നമുക്ക് ബേസിക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. Engineering mechanics is the physical science which describes and predicts the condition of rest or of motion of bodies under the action of forces. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയോ അല്ലെങ്കിൽ മോഷനിലുള്ള ബോഡിയോ ഫോഴ്സിനനുസരിച്ച് അതിൻ്റെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെക്കാനിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മെയിൻലി സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. അതിൽ സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ്. റെസ്റ്റിലിരിക്കുന്ന ബോഡി അതിനകത്ത് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനെപ്പറ്റി പഠിക്കുന്ന ഇതാണ് സ്റ്റാറ്റിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അത് മോഷനിലുള്ള ബോഡിയെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ്. ഓക്കെ, ഡൈനാമിക്സിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ്. കൈനമാറ്റിക്സിൽ നമ്മൾ മോഷനെ പറ്റി പഠിക്കും, അതിൻ്റെ പക്ഷേ ഫോഴ്സ് കൺസിഡർ ചെയ്യത്തില്ല, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇനി കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതും മോഷനെ പറ്റിയുള്ള സ്റ്റഡി തന്നെയാണ്, പക്ഷേ കൺസിഡറിങ് ഫോഴ്സസും കൂടെ കൺസിഡർ ചെയ്യും. ഇനി അടുത്ത കോൺസെപ്റ്റ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്ന് വെച്ചാൽ റിജിഡ് ബോഡി. When force is applied on a rigid body, there will be no change in the size or shape of the body. അപ്പോൾ റിജിഡ് ബോഡി എന്ന് വെച്ചാൽ നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ സൈസും ഷേപ്പും ഒന്നും ചേഞ്ച് വരത്തില്ല എങ്കിൽ അതിനെ നമുക്ക് റിജിഡ് ബോഡി എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇതിൽ ഞാനിപ്പോൾ ഫോഴ്സ് അപ്ലൈ ആണ്, ഈ തീപ്പെട്ടിക്കകത്ത് ഞാനിപ്പോൾ ഫോഴ്സ് അപ്ലൈ ആണ്, അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ മാറി, ഷേപ്പും എല്ലാം മാറി, അപ്പോൾ ഇതൊരു റിജിഡ് ബോഡി അല്ല. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്, ഇതിനകത്ത് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, പക്ഷേ ഇതിൻ്റെ സൈസസും ഷേപ്പും ഒന്നും മാറുന്നില്ല, അപ്പോൾ ഇതിനെ നമുക്കൊരു റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ റിജിഡ് ബോഡി ആ പേര് വെച്ച് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ റിജിഡ് ബോഡി എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഒരു ബോഡി, അതിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിന് എന്ത് എഫക്റ്റാണോ വരുന്നത് അതേ എഫക്റ്റ് തന്നെയായിരിക്കും ഈ ഫോഴ്സിനെ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ റീപ്ലേസ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നാലും സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യുന്ന അതേ ഫോഴ്സ് വെച്ച് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അയാളെ പുള്ള് ചെയ്യുവാണെങ്കിൽ ആ സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണെങ്കിൽ അത് ഒരേ റിസൾട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ കൂടെ ഒന്ന് വായിക്കാം. ദ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഓർ എ മോഷൻ ഓഫ് എ ബോഡി വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ഇഫ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റിജിഡ് ബോഡി ഈസ് ട്രാൻസ്മിറ്റഡ് ടു എനി അതർ പോയിന്റ് ഓൺ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. നിങ്ങൾ ജസ്റ്റ് ഫിഗർ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മെക്കാനിക്സിൽ, പക്ഷേ ഡെഫിനിഷന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ന്യൂട്ടൺ ലോസ് ആണ്. ന്യൂട്ടൺ ലോസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് പറയാം. Newton first law, every body continues its state of rest or uniform motion in a straight line unless it is acted upon by some external force. അല്ലേ, ഏതൊരു ബോഡിയും കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ, അത് റെസ്റ്റിലോ മോഷനിലോ കണ്ടിന്യൂ ചെയ്യും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നത് വരെ. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മുടെ ബോഡി മുന്നോട്ടായുന്നതും ഒക്കെ നമുക്കതിൻ്റെ എക്സാമ്പിളായിട്ട്, അല്ലെങ്കിൽ വിയറിങ് എ സീറ്റ് ബെൽറ്റ് ഇൻ എ കാർ, അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. Then Newton's second law, the rate of change of momentum is directly proportional to the impressed force or F is equal to ma എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ദെൻ ന്യൂട്ടൺസ് തേർഡ് ലോ എല്ലാവർക്കും അറിയാം. ടു എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷനും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഭിത്തിയിൽ കൈവച്ച് ഞാൻ ഇടിക്കുകയാണെങ്കിൽ ആ സെയിം ഫോഴ്സിൽ ഭിത്തിയിൽ നിന്ന് ഒരു റിയാക്ഷൻ എൻ്റെ കയ്യിലേക്കും ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് റോയിങ് എ ബോട്ട്, നമ്മൾ വള്ളം തുഴയുമ്പോൾ നമ്മൾ ബാക്കിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, പക്ഷേ നമ്മൾ മുന്നേക്കാണ് പോകുന്നത്, അല്ലേ. നെക്സ്റ്റ് പാരലലോഗ്രാം ലോ. ഇത് ഇമ്പോർട്ടൻറ്റ് ലോ ആണ്, കാരണം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പാരലലോഗ്രാം ലോ? അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ നോക്കിയാൽ രണ്ട് ഫോഴ്സ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് ഒ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യാണ്. ഓക്കെ,
അങ്ങനെ രണ്ട് ഫോഴ്സസ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അതിനെ നമുക്കൊരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഡയഗണലായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റ്. ആ ഡയഗണലിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഡയറക്ഷനും റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ പി ക്യൂ എന്ന് എഴുതിയേക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി ആ എ ഒയും എയും ബിയും സിയൊക്കെ ആ നോഡിനെ നെയിം ചെയ്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ എഴുതിയിട്ടുണ്ട് ആൽഫ. ഓക്കെ, അപ്പം നമുക്ക് ഡെഫിനേഷൻ നോക്കാം. ഈ ടു ഫോഴ്സസ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ magnitude and direction by the two adjacent sides of a parallelogram. Then the resultant is represented in magnitude and direction by the diagonal of the parallelogram, which passes through the point of intersection of the two sides representing the forces. Okay, നിങ്ങൾക്കത് എന്താണ് പാരലലോഗ്രാം ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു എന്താ പറയുക, അതെങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഫോമുലയും തീറ്റയുടെ ഫോമുലയും തീറ്റയിലെ ആൽഫ കണ്ടുപിടിക്കാനായിട്ട്, ആൽഫ അല്ല തീറ്റ തന്നെയാണ്, നമ്മൾ റിസൾട്ടൻറ്റും പി ആയിട്ടുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കും. അതേപോലെ റിസൾട്ടൻറ്റും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ ഞാനിപ്പോൾ ഇവിടെ സിയിൽ നിന്ന് താഴേക്കൊരു ലൈൻ വരച്ച് അവിടെ ഞാൻ ഡി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. എ എക്സ്റ്റെൻഡ് ചെയ്തു, സിയും താഴേക്ക് വരച്ച് ഡി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അതാണ് ഈ ഫിഗർ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് അതാണ്, സി എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ അതേപോലെ റിസൾട്ടൻറ്റും പിയും ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. ഇനി റിസൾട്ടൻറ്റും പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. റിസൾട്ടൻറ്റും ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് നോക്കാം. ഇനി ഇതിനകത്ത് ട്രയാങ്കിൾ ഒ സി ഡി കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ഒ സി ഡി കൺസിഡർ ചെയ്യുമ്പോൾ ഒ സി ഡി ഇതാണ്. ഒ സി ഡി കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ്ക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഒ സി ആണ്, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആർ അത് തന്നെയാണ്. ഒ സി സ്ക്വയർ ഇസ്ക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ. അപ്പോൾ ഇനി ഒ ഡിയെ നമ്മൾ എന്തായിട്ട് എഴുതണം? ഒ ഡിയെ നമുക്ക് എങ്ങനെ എഴുതാം? പി പ്ലസ് എ ഡി എന്ന് എഴുതാം. പക്ഷേ പി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഫോഴ്സാണ്, നമുക്ക് ആ ഫോഴ്സ് നമുക്ക് ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എ ഡി നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം എ ഡി ഒരു അൺനോൺ ഇതാണ്. അപ്പോൾ അതിനെ നമുക്ക് പിയുടെ ക്യൂയുടെ ടേംസിൻ്റെ എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എ ഡി എ ക്യൂ കോസ് ആൽഫ എന്ന് എഴുതിയിട്ടുണ്ട്, അതിനൊക്കെ സി ഡി എ ക്യൂ സൈൻ ആൽഫ എന്ന് എഴുതിയിട്ടുണ്ട്. അതറിയണമെങ്കിൽ നിങ്ങളൊരു ഫോഴ്സിനെ എങ്ങനെ റിസോൾവ് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം. പലർക്കും അവിടെ തെറ്റിപ്പോകാറുള്ളൊരിതാണ് ഫോഴ്സിനെ റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സാണുള്ളത്. ഇതിൻ്റെ രണ്ട് കമ്പണൻറ്റ് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്ത് രണ്ട് കമ്പണൻ്റ് ആക്കാൻ പറ്റും ഇങ്ങനെ. ഓക്കെ, അതായത് നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്താലും അതിനെ രണ്ട് കമ്പണൻ്റായിട്ട് ഇങ്ങനെ കൊടുത്താലും ഇതൊരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് സെയിം തന്നെ ആയിരിക്കും, കാരണം ഈ ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമുക്കുണ്ട്, അത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാം, ആൽഫയാണെന്നറിയാം. ഓക്കെ, ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പണൻറ്റും എന്തായിരിക്കും? അതിനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ആംഗിളിനോട് അടുത്ത് കിടക്കുന്ന വശത്തെ കോസ് കമ്പണൻ്റായിട്ട് എടുക്കുക. അപ്പോൾ ഇത് ക്യൂ കോസ് ആൽഫ ആവും. ആംഗിളിൽ നിന്ന് അകലെ നിൽക്കുന്നതിനെ സൈനായിട്ട് എടുക്കുക, ക്യൂ സൈൻ ആൽഫ. ഓക്കെ, ഇനി സെയിം ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ആംഗിളിന് പകരം ഇനി ഈ ആംഗിളാണ് തന്നാലും നമുക്കത് വെച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ ആയിക്കോട്ടെ, ഇപ്പം തീറ്റ എന്നോ സംതിങ് ഒരു എക്സാമ്പിൾ. ഇത് ഇപ്പം നമ്മൾ പഠിക്കുന്നതായിട്ട് ഇവിടെ കണക്ഷൻ ഇല്ല, ഞാൻ ജസ്റ്റ് തീറ്റ എന്ന് മാർക്ക് ചെയ്താൽ ഈ തീറ്റയും ആ തീറ്റയും രണ്ടാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ വരും? ഈ കമ്പണൻറ്റ് അപ്പോൾ തീറ്റയിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. അപ്പോൾ അകന്ന് നിൽക്കുമ്പോൾ എന്താണ്? അപ്പോൾ സൈനാണ്, സൈൻ തീറ്റ ആവും അല്ലേ. ഇവിടെ ക്യൂ അടുത്ത് നിൽക്കുന്നതായത്
കോസ് തീറ്റ. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ക്യൂ കോസ് ആൽഫ മാറി ഇവിടെ ക്യൂ സൈൻ തീറ്റ, അതായത് ഈ ആംഗിളിന് പകരം ഇവിടുത്തെ ആംഗിൾ തന്നാലും ഇവിടെ ക്യൂ കോസ് ആൽഫ മാറി ഇവിടെ ക്യൂ സൈൻ തീറ്റ എന്നാവും. പക്ഷേ രണ്ടും സെയിം തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ sin 30 എന്ന് പറയുന്നത് മാറി cos 60 എന്നായാലും സെയിം തന്നെ ആയിരിക്കും. sin 30 cos 60 സെയിം ആയിരിക്കും. പക്ഷേ ഞാൻ കൺഫ്യൂഷൻ ആകുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ വെച്ച് നിങ്ങൾ ചെയ്ത് പോയാൽ മതി. എപ്പോഴും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എടുത്ത് ചെയ്യാം, ഇല്ലേ വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വെച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. അപ്പോൾ നമ്മൾ തീറ്റയായിട്ട് അടുത്ത് കിടക്കുന്ന സൈഡിനെ കോസ് കമ്പണൻ്റായിട്ട് എഴുതുക, ക്യൂ കോസ് ആൽഫ. തീറ്റയിൽ നിന്ന് അകലെ നിൽക്കുന്നതിനെ സൈനായിട്ട് ക്യൂ സൈൻ ആൽഫ. അത്രയേ ഉള്ളൂ കമ്പണൻസ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ക്യൂ കോസ് ആൽഫയും ക്യൂ സൈൻ ആൽഫയും വന്നിരിക്കുന്നത്. ക്യൂവും എക്സും ഹൊറിസോണ്ടൽ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. അപ്പോൾ ഇത് തീറ്റയായിട്ട് അടുത്ത് കിടക്കുന്ന ക്യൂ കോസ് ആൽഫ. ഇവിടെ തന്നെയാണ് നമ്മൾ വൈ കമ്പണൻ്റ് ഞാൻ ഇപ്പോൾ വരച്ച് കാണിച്ചത്. അതിപ്പോൾ ഇങ്ങോട്ട് മാറിയാലും സെയിം തന്നെയാണ്, ക്യൂ സൈൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഇനി ഒന്നുകൂടെ നോക്കുക. ഫ്രം ട്രയാങ്കിൾ ഒ സി ഡിക്ക് ഹൈപ്പോട്ടനസ് തിയറം അപ്ലൈ ചെയ്തു. ഒ സി സ്ക്വയർ ഇസ് ഇക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ. അപ്പോൾ ഒ ഡി സ്ക്വയറിനെ നമുക്ക് പി പ്ലസ് എ ഡിയെ നമുക്കിപ്പോൾ ക്യൂ കോസ് ആൽഫ എന്നുള്ളൊരു വാല്യൂ കിട്ടി, അത് അപ്ലൈ ചെയ്തു. ക്യൂ കോസ് ആൽഫ അപ്പോൾ ഒ ഡി സ്ക്വയർ എന്നായിരുന്നു, അപ്പോൾ ഓൾ സ്ക്വയർ എന്നാവും. പ്ലസ് ഡി സി എന്ന് പറയുന്നത് ക്യൂ സൈൻ ആൽഫ, അപ്പോൾ ക്യൂ സൈൻ ആൽഫ അത് ഓൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ പി പ്ലസ് ക്യൂ കോസ് ആൽഫ അത് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമുലയിൽ കിടക്കുകയാണ്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമുല നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അല്ല, അതും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഇത് ഹോൾ സ്ക്വയർ ഫോമുലയിലാണ്. അപ്പം പി സ്ക്വയർ പ്ലസ് 2ab എന്നല്ലേ, അപ്പോൾ 2pq കോസ് ആൽഫ പ്ലസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. പിന്നെ അടുത്ത ടേം ഇവിടെ ഒരു ക്യൂ സൈൻ ആൽഫ ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു, അത് ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അപ്പോൾ ഒ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ആയിരുന്നു, അതിനെ പി പ്ലസ് ക്യൂ കോസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ സൈൻ ആൽഫ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമുലയായിരുന്നു. അപ്പം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഈ ടേം. നെക്സ്റ്റ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ പ്ലസ് ഇതിനകത്ത് ക്യൂ സ്ക്വയർ ഞാനിങ്ങനെ വെളിയിലെടുത്തു. അപ്പം അകത്ത് വരുന്നത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ പി സ്ക്വയർ പ്ലസ് 2pq കോസ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ അത്രേ വരത്തുള്ളൂ. പിന്നെ ഓക്കെ, നമ്മൾ ഈ ഒ സി സ്ക്വയറിനെ നമുക്ക് ആർ സ്ക്വയർ എന്ന് തന്നെ മാറ്റാം, കാരണം ഒ സി തന്നെയാണ് ആറ്. ഫിഗർ നോക്കിയാൽ കാണാം ഒ സി തന്നെയാണ് റിസൾട്ടൻറ്റ്. അപ്പം ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ആർ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് പിയും ക്യൂവും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അത് തിരിഞ്ഞു പോകല്, പിയും ക്യൂവും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ഇവിടെ നമ്മൾ റിസൾട്ടൻറ്റും പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന്, റിസൾട്ടൻറ്റും ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ എന്നും വേറെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ആണ് നോക്കേണ്ടത്. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി ഈ ഫോമുല വെച്ചിട്ട്. ഇനി നമുക്ക് അതിൻ്റെ ആംഗിൾ, ഏത് ആംഗിളിൽ അത് വരും എന്നും കൂടെ അറിയണമല്ലോ. അത് കണ്ടുപിടിക്കാനകത്ത് ഈ സെയിം ട്രയാങ്കിളിൽ തന്നെ ടാൻ തീറ്റ അപ്ലൈ ചെയ്യാം. ടാൻ തീറ്റ തീറ്റ എന്ന് പറയുന്നത് റിസൾട്ടൻറ്റും പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ടാൻ തീറ്റ എടുക്കുമ്പോൾ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഒ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ക്യൂ സൈൻ ആൽഫ, അതാണ് ഓപ്പോസിറ്റ്. ബൈ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ പി പ്ലസ് ക്യൂ കോസ് ആൽഫ വരും, പി പ്ലസ് ക്യൂ കോസ് ആൽഫ. ഇനി ടാൻ തീറ്റ ഇസിക്കൽ ടു ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുക, അതിനുവേണ്ടി ഒന്നുകൂടെ ചെയ്യുന്നതാണ്. ക്യൂ ഡിനോമിനേറ്ററിലും ന്യൂമിനേറ്ററിലും ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ക്യൂവും ക്യാൻസലാവും, ഇവിടെ പി ബൈ ക്യൂ എന്ന് വരും. പ്ലസ് ഇവിടെയും ക്യൂവും ക്യാൻസലായി പോകും. അപ്പോൾ കോസ് ആൽഫ ദെൻ തീറ്റ ഇസിക്കൽ ടാൻ ഇൻവേഴ്സ് സൈൻ ആൽഫ ബൈ കോസ് ആൽഫ പ്ലസ് പി ബൈ ക്യൂ. അപ്പോൾ നമുക്ക് തീറ്റയും കിട്ടി. തീറ്റ മീൻസ് എന്താണ്? റിസൾട്ടൻറ്റും പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അതും കിട്ടി. ഇനി ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആൽഫ അറിയാമെങ്കിൽ ആൽഫ മൈനസ് ക്യൂ ചെയ്താൽ ഫൈ ആയി. ഓക്കെ, അല്ലെങ്കിൽ ഫൈയും വേണമെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ എക്സ്റ്റെൻഡ് ചെയ്ത് ടാൻ തീറ്റ അപ്ലൈ ചെയ്ത് അതിനും വേണമെങ്കിൽ ഒരു ഫോമുലയായിട്ട് എഴുതാം. ഓക്കെ, അപ്പം പാരലലോഗ്രാം ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കൂടെ ചെയ്ത് പഠിക്കണം.
ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ